ഹായ്, ഇന്നത്തെ വീഡിയോ CBSE 9ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 8ാമത്തെ ചാപ്റ്റർ ക്വാഡ്രിലേറ്ററൽസ്. ഈ ചാപ്റ്ററിലെ എക്സസൈസ് 8.1-ലെ 6th ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ചെയ്യുന്നത്. ABCD is a parallelogram and AP and CQ are perpendicular from vertices A and C on diagonal BD. ഫിഗർ 8.13. ഇവിടെ ABCD ഒരു പാരലോഗ്രാം ആണ്. അതുപോലെ AD BD അതിന്റെ ഡയഗണൽ ആണ്. APയും CQവും എയിൽ നിന്നും സിയിൽ നിന്നുമുള്ള ഈ ഡയഗണലിലേക്കുള്ള വെർട്ടീസ് ഡയഗണലിലേക്കുള്ള പെർപെൻഡിക്കുലർസ് ആണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ട്രയാങ്കിൾ APB ഈ ട്രയാങ്കിളും CQD ഈ ട്രയാങ്കിളും കോൺഗ്രുവന്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അതുപോലെ AP ഈക്വൽ ടു CQ, ട്രയാങ്കിൾ കോൺഗ്രുവന്റ് ആണെങ്കിൽ AP ഈക്വൽ ടു CQ ആയിക്കോളും. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ഇതിലെ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ, ഇൻ ട്രയാങ്കിൾ APB ആൻഡ് CQD ആൻഡ് ട്രയാങ്കിൾ CQD APB ഈ ട്രയാങ്കിളും CQD ഈ ട്രയാങ്കിളും, അതിൽ ആംഗിൾ ABP ഈക്വൽ ടു ആംഗിൾ CDQ. ഫിഗറിൽ നോക്കുക, ABP ഈ ആംഗിളും CDQ ഈ ആംഗിളും. ABയും CDയും പാരലാണ്. ഈ ഡയഗണൽ BD എന്ന് പറയുന്നത് ഈ പാരൽ ലൈൻസിന്റെ ട്രാൻസ്വേഴ്സിലാണ്. അതുകൊണ്ട് തന്നെ പാരൽ ലൈൻസിനെ ഒരു ട്രാൻസ്വേഴ്സിൽ കട്ട് ചെയ്തപ്പോൾ ഉണ്ടാകുന്ന ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് ഈ D എന്ന് പറഞ്ഞ ആംഗിളും ഇവിടുത്തെ B എന്ന് പറയുന്ന ആംഗിളും. അതായത് CDPയും CDQ, ഇങ്ങനെ ഒരു CDP ചെയ്താലും കുഴപ്പമില്ല, CDQ വരെ വന്നു. CDQവും അതുപോലെ ABPയും അല്ലെങ്കിൽ ABQ എന്ന് വേണേൽ പറയാം, ABP. അപ്പോൾ അതിന്റെ റീസൺ നമുക്ക് എഴുതാം, ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്. ഇനി AB ഈക്വൽ ടു CD, ABCDയും ഈക്വൽ ആണ്. കാരണം ഇവിടെ ABCD ഈസ് എ പാരലോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പാരലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം. ഒരു ആംഗിൾ കിട്ടി, ഒരു സൈഡ് കിട്ടി. ഇനി ആംഗിൾ APB ഈക്വൽ ടു ആംഗിൾ CQD ഫിഗറിൽ നോക്കുക, APB അതുപോലെ CQD ഈ ട്രയാങ്കിളിന്റെ ഈ ട്രയാങ്കിൾ. അപ്പോൾ ഇത് ഇവിടെ 90 ഡിഗ്രി എന്ന് പറഞ്ഞപ്പോൾ ഇത് 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ രണ്ട് 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ആണ് എന്ന് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട്. ആൾട്ടിറ്റ്യൂഡ്സ് ആണ് വരച്ചേക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് 90 ഡിഗ്രി ആണ്. അപ്പോൾ രണ്ട് 90 ഡിഗ്രി ആകുമ്പോൾ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് എഴുതാം ഈച്ച് 90 ഡിഗ്രി, അതിന്റെ റീസൺ ആയിട്ട്. അപ്പോൾ നമ്മൾ ഈ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ട്രയാങ്കിൾസിന്റെ നമുക്ക് രണ്ട് ആംഗിള്, ഓരോ സെറ്റ് ആംഗിളുകൾ കറസ്പോണ്ടിങ് ആംഗിൾസ്, ഇവിടെ രണ്ട് കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണ്. കൂടാതെ ഒരു സൈഡും ഈക്വൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രണ്ട് ആംഗിളും ഒരു സൈഡും അവിടെ ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് ASA കോൺഗ്രുവൻസ് റൂൾ വെച്ചിട്ട് ഇത് കോൺഗ്രുവന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാം. അപ്പോൾ ട്രയാങ്കിൾ APB ഈ ട്രയാങ്കിൾ കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ CQD. റീസൺ ASA കോൺഗ്രുവൻസ് റൂൾ. ഒന്നാമത്തെ ക്വസ്റ്റിനകത്ത് ട്രയാങ്കിൾ കോൺഗ്രുവന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ, അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി സെക്കൻഡ് ക്വസ്റ്റൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് AP ഈസ് ഈക്വൽ ടു CQ എന്ന് പ്രൂവ് ചെയ്യണം. ഒന്നുമില്ല ഇവിടെ. സോ AP ഈക്വൽ ടു CQ ആണ്, കാരണം ട്രയാങ്കിൾ കോൺഗ്രുവന്റ് ആണ് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിന്റെ റീസൺ ബൈ CPCT, കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ് അല്ലെങ്കിൽ കറസ്പോണ്ടിങ് സൈഡ്സ് ഓഫ് കോൺഗ്രുവന്റ് ട്രയാങ്കിൾ. അപ്പോൾ ട്രയാങ്കിൾസ് രണ്ടും കോൺഗ്രുവന്റ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പോൾ ആ കോൺഗ്രുവന്റ് ട്രയാങ്കിളിന്റെ കറസ്പോണ്ടിങ് സൈഡ്സ് ആണ് APയും CQ. അതുകൊണ്ട് തന്നെ APയും CQയും ഈക്വൽ ആണ്. അപ്പോൾ അത് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു.